ഇവിടെ ഒരു തിരുവിഴ അങ്ങനെ പറഞ്ഞൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ തമിഴ്നാട് ഉത്സവമാട്ടോ. എല്ലാവരുടെ അമ്പലങ്ങളിലൊക്കെ ഉത്സവം. എന്താണ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. ഗായ്സ് നമ്മളെ ടീമുകളൊക്കെ അതാ പോകുന്നു ഗായ്സ്. കുറേ പേരുണ്ട് ഗായ്സ്. അതാ പോണൊക്കെ ഫ്രണ്ടിൽ. ഞാനും മസിലും മാത്രമാണ് ഗായ്സ് പുറകിൽ. ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഊരിലേക്ക് അണുപ്പാനാണ് ഈ ചേട്ടൻ പറയുന്നത്. അപ്പോൾ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ചേട്ടൻ്റെ ചിരി. എണ്ണ കാച്ചിന്റെ പേരില്ലേ? ഓ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ മുടിയാ. പക്ഷെ ഇതിന്റെ പിഞ്ചാത്ര വേണ്ടത് എണ്ണ കാച്ചണമെങ്കിലേ. പക്ഷെ ഇതൊക്കെ നല്ല മൂത്തിരിക്കണു ഗായ്സ്. ഞങ്ങൾ കീഴ്ക്കര പറഞ്ഞ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നടക്കാണ്ട് പറഞ്ഞു. അപ്പം എന്നാൽ ശരി ഓട്ടോറിക്ഷ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ചൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം എല്ലാവരും കൂടി നടക്കാൻ വെച്ചു. എന്താ ഫുൾ ഗ്യാങ്ങും അതാ പോണു. ഒക്കെ ഉണ്ടതാ. ഫാമിലി ട്രിപ്പ് പറഞ്ഞതൊരു വേറെ വൈബാണ് കേട്ടോ. നമ്മൾ ഒറ്റക്ക് പോണ പോലെ എല്ലാവരും കൂടി പോകുമ്പോൾ തമാശ കളി ചിരി ഒക്കെ ആയിട്ട് അതൊരു ഭയങ്കര രസമാണ്. ഞങ്ങളങ്ങനെ അറക്കാസമ്മ എന്ന് പറയും. തമിഴ്നാട്ടിലൊരു പള്ളിയാണ്. അങ്ങോട്ട് വന്നു. അവിടെ ഒരുപാട് മക്കബറകളുണ്ട്. ഒരുപാട് ഞാൻ ഒന്നും എടുത്തില്ല. ഈ പള്ളികളുടെ മാത്രമായിട്ടൊരു വ്ളോഗ് ഞാൻ അടുത്തത് കഴിഞ്ഞിട്ട് അടുത്ത വ്ളോഗ് ഇടും. ഒരുപാട് പള്ളി സ്ഥലങ്ങളിലേക്ക് പോയി അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാനത് ഇടാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം കുറച്ച് ചെറിയ ക്ലിപ്പുകൾ വെച്ചിട്ടൊരു വ്ളോഗ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ കടയുണ്ട്. നമ്മളെ പഴയ കാലത്തെ നാരങ്ങ മിഠായി, പുളി മിഠായി, തേനുണ്ട, കല്ലുണ്ട, പിന്നെ ചൗ മിഠായി പറയില്ല, അങ്ങനത്തെ കുറേ ഐറ്റംസ് പഴയ കാലത്തെ മിഠായികളൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ പോയവരൊക്കെ പള്ളിയിൽ പോയിട്ട് വരട്ടിയപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുറേ പേര് പോകുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിരുന്നാലും റൂമിൽ നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വരിക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കുറച്ച് ഫാമിലി ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഇടയിൽ കൂടെ മൊബൈൽ നോക്കി വീഡിയോ എടുത്ത് എല്ലാവരും കൂടി കുറച്ച് ഹാപ്പി ആയിട്ടിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ലുക്ക് ഉണ്ടായിരുന്നു. മമ്മിമ്മ ഈ സംഭവം മേടിച്ചിട്ടുണ്ട് ഗായ്സ്. എന്തിനാ പറയാ ഇതിനെന്താ പറയാ മമ്മിമ്മ? കൂമ്പ് പനം കൂമ്പ് കേട്ടോ. അസിൻ ഏർവാടിക്ക് വന്നപ്പോ നന്നായി ഗായ്സ്. അസിൻ മാറ്റി ഗായ്സ്. അമ്മായി ഉച്ചക്ക് 1 മണി ടൈം നോക്കി നോക്ക്. കഞ്ഞിപ്പള്ളി പറഞ്ഞൊരു പള്ളിക്ക് പോവുകയാണ് ഗായ്സ്. അവരൊക്കെ അതാ ഫ്രണ്ടിൽ പോയി. നമ്മൾ വരിക. വെയില്, നല്ല വെയില്. ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ 1 മണിയായി സമയം. അതെ മമ്മി ഇങ്ങനെയുള്ള സ്ഥലാട്ടോ. അടിപൊളിയായിട്ടുണ്ട്. സൈലന്റ് ഏരിയ, ഒരു കാടും പ്രദേശം പോലെ. ഓട്ടോറിക്ഷയിൽ വേണമെങ്കിൽ പോവാട്ടോ. എല്ലാരും നോക്കിയിട്ട് പോണു. ഇങ്ങനെ ഇട്ടത് കണ്ടിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ പുതിയ വാച്ച് കണ്ടു ഗായ്സ്. അസിൻ മേടിച്ചെന്താ അസിൻ? എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല. ഇവിടെ കൂടുതലും കരിമ്പനകളാണ് കേട്ടത്. എന്താണ് നമ്മളെ പാലക്കാട് വന്ന അംഗമാണ് ഇവിടെ. തമിഴ്നാടാന്ന് പറഞ്ഞറിയിക്കണം. ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. മൊത്തത്തിൽ എന്താ കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ക്ലിയർ ഉണ്ടോ എനിക്കറിയില്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതാണ് നടന്ന് വന്നത്. സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. പക്ഷെ തന്നെ ഞങ്ങൾ വണ്ടിയൊന്നും വിളിച്ചില്ല. ഞങ്ങൾ നടന്ന് വന്നു ഗായ്സ്. അതായത് എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയ ചീത്തയും കേൾക്കും മകളും കൂടി വ്ളോഗ് എടുത്തിട്ട് മെല്ലെ വരിക. എന്ത് ഭംഗിയാ നോക്ക്, എന്ത് രസമാണെന്ന് പറയാം ഇവിടെ കാണാൻ. അടിപൊളി പ്ലേസ്, അടിപൊളി പ്ലേസ് നോക്ക്. കുറഞ്ഞ പനേൻ്റെ അത്ര കള്ളു കുഞ്ഞ് നോക്ക്, എന്ത് ഭംഗിയാ കാണാൻ എന്നറിയാം. കഞ്ഞിപ്പള്ളി പോയപ്പോൾ കഞ്ഞി കിട്ടി ഗായ്സ്. ഒരു മരുന്ന് കഞ്ഞി പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മസാല കഞ്ഞി ഇല്ല, അതുപോലെയൊക്കെ ആയിരുന്നു. എന്തായാലും സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട്. കുടിച്ചു ഗായ്സ്. എല്ലാവരും പേടിച്ചെൻ്റെ ഗൈസ് കേട്ടിട്ട്. പിന്നെ ഞങ്ങൾ വാൽനോക്കം കാണാൻ പോവാണ്. ഇതാണ്ടോ വണ്ടീൻ്റെ പുറകിലിരുന്നിട്ടാണ് ഗൈസ് പോണ്. കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ്ടോ
ഇത് വല്ലാത്തൊരു അനുഭവമാണ്. കൊണ്ടുപോയിരിക്കുകയാണ്. ഉപ്പുപാടം കണ്ടു ഗായ്സ്. ഉപ്പ് ഫാക്ടറി പുഴയല്ലത്, ഉപ്പ് ശേഖരിക്കുന്ന സംഭവമാണ്. ഉപ്പ് ഫാക്ടറി ഗായ്സ്. ഒരു അത്ഭുതകരമായ കിണറാണ്. കാരണം 3 സൈഡും കടൽ. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയും. പക്ഷെ ആ നടുക്കിലത്തെ കിണർ മാത്രം ശുദ്ധമായ നമ്മളുടെ ഉപ്പ് വെള്ളമില്ലാത്ത ശുദ്ധമായ വെള്ളം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ആ വെള്ളം കുടിക്കണമെന്നാണ് പറയുക. ഞങ്ങളും കുടിച്ചു. കാരണം കുറേ ദൂരം നടന്നിരിക്കണം കേട്ടോ. ഒരു 1 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും. അങ്ങനെ അവരത് വെള്ളം കോരും. നമ്മളാരും പുറത്തുനിന്ന് വന്നവരാരും വെള്ളം കോരാൻ പാടില്ല. അവിടുത്തെ സിസ്റ്റം അങ്ങനെയുണ്ട്. അവിടെ ഉള്ളവരെന്നെ വെള്ളം കോരണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് എന്തെങ്കിലും കൊടുക്കാം. മമ്മി പൈസ കൊടുത്തവർക്ക്. എന്നിട്ട് എല്ലാവർക്കും അവർ കോരിക്കൊടുത്തു. എന്തായാലും ഒരു ഭയങ്കര അത്ഭുതകരമായ കാര്യം കേട്ടോ. എല്ലാവിടെയും ഉപ്പ് വെള്ളം, പക്ഷെ ആ കിണറിൽ മാത്രം നല്ല ശുദ്ധമായ വെള്ളം. അത് അടിപൊളി നല്ല ടേസ്റ്റുള്ള വെള്ളം. എന്ത് രസമാണെന്ന് പറയാം അവിടെയൊക്കെ പോയി കാണാൻ. ഇതിൻ്റെ പള്ളിയുണ്ട്, ബാൽനോക്കെന്ന് പറയാം. ആ പള്ളിയിലത്തൊക്കെ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോ എടുത്തിട്ടിടാം. നമ്മളെ ഗ്യാങ് പോകുന്നു ഗായ്സ്. കടലിലേക്ക് വന്നാൽ അതൊരു രസം വേറെ തന്നെ. അല്ല, കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു രസം തന്നെയാണ് പറയുക. പക്ഷെ ഇതിലത്തെ വെള്ളം വേറെ തരം കളറില്ലേ, എന്തോ ഒരു പ്രത്യേകത ഈ വെള്ളത്തിന്. പച്ചയാണോ എന്താ സംഭവം എന്നറിയില്ല, ഒരു പ്രത്യേകതരം കളർ. വെയിലാണ് കേട്ടോ ഗൈസ്, അതാണ് ഞങ്ങനെ പിടിച്ചത്. നല്ല വെയിലാണ്. ഇത്ര ഭംഗിയുള്ള വെള്ളം കാണാറില്ല അല്ലേ? എന്തൊരു പ്രത്യേക. ഇതിലത്തെ വെള്ളം നല്ല ഭംഗിയാണ്. ഞങ്ങളടുത്തേക്ക് വരൂ, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളടുത്തേക്ക് വരൂ. കടലമ്മേ നല്ല ടേസ്റ്റ് ഇട്ടോ, മുറുക്കും അടിപൊളിയുണ്ടോ. ആ ഉണ്ടകളെ ഏറ്റവും അറ്റത്ത് കാണുന്നില്ലേ, അത് അവർ താമസിക്കുന്ന വീടാണ്. ഞാൻ എന്താ വിചാരിച്ചെന്നാൽ നമ്മൾ വൈക്കോക്കൊണ്ട് ഉണ്ടാവില്ല, വൈക്കോലിൻ്റെ അതാണെന്ന് വിചാരിച്ച. അവർ താമസിക്കുന്ന വെള്ളം കോരി തന്ന ഉമ്മമാരില്ല, അവരുടെ വീടാണത്. എന്തോ ഒരു പ്രത്യേക തരം വീട്. നമുക്കുള്ള വീട് പൊളിച്ച സൗകര്യം പോലെ നമ്മൾ മേലേക്ക് മേലെ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടുത്തെ വീട് ഭയങ്കര സങ്കടം. കടലിൻ്റെ അടുത്ത വ്ളോഗിലുണ്ടാകും. അതിലൊരുപാട് പള്ളികൾ, നമ്മൾ പോയ പള്ളികളെല്ലാം കൂടി ഒരുമിച്ചൊരു വ്ളോഗാക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് കാണാനൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂടി ഒരു വ്ളോഗ് ഉണ്ടാക്കി എന്തായാലും. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.